സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കുന്ന ഷാലോൻ രവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് എന്ന ഗഹനമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തിരുന്നു. ഒട്ടേറെ പേർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകർ നമുക്ക് കത്തുകൾ അയക്കുകയുണ്ടായി. ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. സീകാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമുക്ക് ഏവർക്കും വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവൻ്റെ ഭാഗവുമായി നിൽക്കുന്ന സഭയിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ശാലോം പ്രേക്ഷകർക്ക് സുപരിചിതനായ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ അച്ഛനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനെ സീകാറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീകാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കാനും സംശയങ്ങൾ ചോദിക്കാനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് കുടിയാമല ഫാത്തിമ മാതാ സൺഡേ സ്കൂളിലെ മതാധ്യാപകരും തലശ്ശേരി അതിരൂപതയിലെ മിഷൻ ലീഗിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമാണ് ഇന്ന് ഇവിടെയുള്ളത്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് എല്ലാ വിശ്വാസ പ്രമാണങ്ങളും നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. സഭയുടെ പ്രത്യേകതകളെക്കുറിച്ച്, ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മോട് സംസാരിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം അച്ഛനെ ക്ഷണിക്കും. നാം സഭയിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുക, അല്ലേ? സഭ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ 12 സത്യങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. അതിൽ 9ാമത്തെ സത്യമാണ് ഏത്? ഏകവും, ബാക്കി എന്തൊക്കെയാ? സ്നേഹവും സാർവത്രികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ വിശ്വസിക്കുന്നു. ഊനാം സാങ്താം എക്ലേസിയാം അപ്പസ്തോലിക്കാം കത്തോലിക്കാം എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് നിർവചിച്ചത്. ഏകം, ഊനാം സാങ്താം, ഏക പരിശുദ്ധം, ശ്ലൈഹികം, സാർവത്രികം. ഇത് സഭയുടെ ലക്ഷണങ്ങളാണ്. അതായത് ഒരേ ഒരു സഭയേ ഉള്ളൂ. നമ്മൾ പല ഗ്രൂപ്പാക്കി തിരിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ ഈശോ ഒരൊറ്റ സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. ആ ഏക സഭ ആണ് ഈശോ മിശിഹായുടെ കൈവയ്പുള്ള അനുഗ്രഹമുള്ള ആ സഭയെക്കുറിച്ചാണ് നാം പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഏത് സഭയാണ് ഈശോ മിശിഹ സ്ഥാപിച്ചത് എന്ന അവകാശവാദം പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉത്തരം ഈ വിശ്വാസ പ്രമാണം തരുന്നുണ്ട്. ഏത് സഭയാണോ ഈശോ കൈവച്ച് സ്ഥാപിച്ചത്, ഈശോയുടെ പാദാന്തികത്തോളം നീണ്ട ചരിത്രമുള്ള സഭ ഏതാണോ അത് സത്യസഭയാണ്, അല്ലേ? നാട്ടിലെ ഏതെങ്കിലും ഒരു മുതലാളിക്ക് തോന്നി ഒരു സഭ അങ്ങ് സ്ഥാപിച്ചേക്കാം. അങ്ങനെ അമേരിക്കയിലെ വലിയ ബിസിനസ് മുതലാളിമാർ സ്ഥാപിച്ച പല സഭകളുമുണ്ട്. അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ കേരളത്തിലുമുണ്ട്. ഞാൻ ആരെയും ചെറുതാക്കി പറയുന്നതല്ല, പക്ഷേ അങ്ങനെയൊക്കെ സഭ സ്ഥാപിച്ചവരുണ്ട്. നമ്മുടെ നാട്ടിൽ കുറേ നാൾ വചനമൊക്കെ പ്രസംഗിച്ച് നടന്ന ചില ചേട്ടന്മാർക്ക് തോന്നി ഒരു സഭ സ്ഥാപിച്ചാൽ കൊള്ളാം. അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 4-5 ചേട്ടന്മാർ ഓരോരോ സഭകൾ സ്ഥാപിച്ച് അതിൻ്റെ അധിപന്മാരായിട്ട് നടപ്പുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ സഭ എന്ന വാക്കിൻ്റെ അർത്ഥം? സഭ എന്ന വാക്ക് വിളിച്ച് കൂട്ടിയപ്പെട്ടവരുടെ സമൂഹം, എക്ലേസിയ എന്നാണ്. കലേൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിളിക്കുക എന്നുള്ളത്. കാലേവോ, വിളിക്കുക എന്നാണ്. എക് കാലേൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരിടത്തുനിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കിയവർ. എക്ലേസിയ എന്ന് പറഞ്ഞൊരു മുറിക്കകത്തിരിക്കുന്ന ഒരാളെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിനാണ് ഗ്രീക്ക് ഭാഷയിൽ എക് കാലേൻ എന്ന് പറഞ്ഞ്, കോളിംഗ് ഫ്രം എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച്. ഈ ലോകത്ത് നിന്ന്
ഒരു വലിയ ദൗത്യം നിർവഹണത്തിനായി ദൈവം വിളിച്ചു ചേർത്തവരുടെ സമൂഹമാണ് തിരുസഭ. എന്താണ് ഈ സഭയെ ദൈവം ഫലമേൽപ്പിച്ച ദൗത്യം എന്ന് ചോദിച്ചാൽ, തൻ്റെ ഏകജാതനായ ഈശോമിശിഹായിലൂടെ കൈവന്ന രക്ഷയെ ലോകത്തിൻ്റെ അതിരുകളോളം, ലോകത്തിൻ്റെ അവസാനത്തോളം അറിയിക്കുക എന്നുള്ളതാണ് സഭയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരവാദിത്വം. നമുക്കറിയാം, ഏദേൻ തോട്ടത്തിൽ ദൈവപിതാവുമായുണ്ടായിരുന്ന ഐക്യം മനുഷ്യകുലം നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെട്ട ഏദേൻ തോട്ടം വീണ്ടെടുത്ത് തന്നത് ഈശോമിശിഹ തിരുസഭയിലാണ്. സഭയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ പറുദീസായിലായിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ മുൻ രൂപമാണ് തിരുസഭ. ഈ സഭയിൽ നാം ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ദൈവത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ കേൾക്കുന്നു വചനത്തിലൂടെ, ദൈവത്തെ കാണുന്നു കൂദാശകളിലൂടെ. ആത്യന്തികമായി സഭയിൽ നാം അനുഭവിക്കുന്നതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണ്. മറ്റൊരു ഭാഷയിൽ ഈ തിരുസഭ ഏദേൻ തോട്ടത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പ്രതിരൂപമാണ്. സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണെങ്കിൽ ഏദേൻ തോട്ടത്തിൻ്റെ തിരിച്ചുവരവാണ് തിരുസഭ എന്ന് പറയും. അതുകൊണ്ട് ഈ സഭ എന്ന സത്യം അത് രക്ഷാചരിത്രത്തോളം പഴക്കമുള്ളതാണ്, അഥവാ മനുഷ്യകുലത്തോളം പഴക്കമുള്ളത്. ഈ സഭയെ ഈശോമിശിഹാ സ്ഥാപിച്ചത് എവിടെയാണ്? തൻ്റെ തിരുശരീര രക്തങ്ങളെ അടിത്തറയാക്കിക്കൊണ്ട്. ഏതെങ്കിലും ഒരു അച്ഛൻ്റെ പുണ്യത്തിൻ്റെ മേലോ സഭാ നേതാക്കന്മാരുടെ പുണ്യത്തിൻ്റെ മേലോ ഒന്നും അല്ല ഈശോ സഭ സ്ഥാപിച്ച്. പത്രങ്ങളിലൂടെയൊക്കെ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ടോ, സഭയുടെയൊക്കെ കാലം തീർന്നു, അച്ഛന്മാർ ചിലരൊക്കെ വഴിതെറ്റാൻ തുടങ്ങി, ഇനി സഭയുടെയൊക്കെ കാലം തീർന്നു എന്ന് പലരും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ മതാധ്യാപകർ ചിന്തിച്ചോ എന്നറിയത്തില്ല, പക്ഷേ അങ്ങനെ ചിന്തിച്ച കുറേ പേരെങ്കിലും ഉണ്ട്. പക്ഷേ ഇതങ്ങനെ തീരുകയില്ല. കാരണം എന്താണ്? ഒരച്ഛൻ്റെ പുണ്യത്തിൻ്റെ മേലല്ല ഈശോ സഭയെ സ്ഥാപിച്ചത്. ഈശോ തിരുസഭയെ സ്ഥാപിച്ചത് എവിടെയാണ്? തൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന കുറ്റമറ്റ അടിത്തറയിലാണ്. അതൊരിക്കലും ഇളകാത്ത അടിത്തറയാണ്. ആ അടിത്തറമേൽ പണിയപ്പെട്ടത് കൊണ്ടാണ് തിരുസഭയെ നാം മനസ്സിലാക്കുക. വീണ്ടും തിരുസഭയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പുതിയ നിയമം അതിനോടനുബന്ധിച്ച വാചകത്തിൽ നരകത്തെക്കുറിച്ചോ സാത്താനെക്കുറിച്ചോ പറയും, ഇല്ലേ? പത്രോസേ, നീ പാറയാ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. അവിടെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സഭയും നരകം അഥവാ പിശാച് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, കുരിശിൽ ഈശോമിശിഹായോട് പരാജയപ്പെട്ട സാത്താൻ ഈശോയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ആരുടെ പുറകെ നടക്കുന്നത്? ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ പിന്നാലെയാണ് കൂടിയേക്കുന്നത്. അത്തരം അവസ്ഥകളിൽ അവരെ രക്ഷിക്കാൻ ഈശോമിശിഹ രക്ഷയുടെ കൂദാശയായി ഓരോ വിശ്വാസിക്കും സുരക്ഷയുടെ കോട്ടയായി സ്ഥാപിച്ചതാണ് തിരുസഭ. ഈ കോട്ടയിൽ നിന്ന് ഏത് വ്യക്തിയാണോ സ്വയം വെളിയിലിറങ്ങിപ്പോകുന്നത് അവൻ തിന്മയുടെ ശക്തികളുടെ അക്രമങ്ങൾക്ക് വിധേയമാകും. അതുകൊണ്ടാണ് ഞായറാഴ്ച പള്ളിയിൽ പോകാതിരുന്നാൽ, ആണ്ടുകുമ്പസാരം ഇല്ലാതെ ജീവിച്ചാൽ, കൂദാശകൾ മുടക്കി ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തി തിന്മയുടെ ശക്തിയായ സാത്താൻ്റെ പിടിയിലാകും. സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയുടെ ശക്തികളുടെയും മേൽ വിജയം നേടുന്ന കോട്ടയ്ക്കുള്ളിൽ ആയിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വലിയ രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം ചർച്ച നടത്തുക. നിങ്ങൾക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട തിരുസഭ എന്ന ഈ ഒരു ധ്യാന മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചർച്ചകളുടെ വെളിച്ചത്തിൽ നമ്മൾ സംവാദം തുടരുന്നതാണ്.
കുട്ടികളൊക്കെ വളരെ തിരക്കിട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് പുതിയൊരു വിഷയമാണ് കൈകാര്യം ചെയ്തത് അല്ലേ? എന്ത് വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്തത്? സഭയെക്കുറിച്ചാണ്. നമ്മളെല്ലാം സഭാവിശ്വാസികളാണ്, സഭയിലാണ് ജനിക്കുന്നത് അല്ലേ? അപ്പോൾ സഭയെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസ പരിശീലനത്തിൽ കുട്ടികൾക്ക് സഭയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാദ്യം നമ്മൾ അറിയണം. അറിയാത്തതിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. തീർച്ചയായും. അപ്പോൾ അതിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. നിങ്ങളിലൂടെ ലോകം മുഴുവനിലുള്ള എല്ലാ പ്രേക്ഷകർക്കും സഭയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരവസരം വന്നിരിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ സഭയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയാവട്ടെ. നമ്മുടെ അച്ഛൻ റെഡി ആയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആരാണ് ഇന്ന് ആദ്യമായി ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുന്നത്? ജോയ് സാറാണ് ചോദിക്കുന്നത്. അച്ഛാ, യഥാർത്ഥത്തിൽ സഭ ഈശോ മിശിഹായിൽ സ്ഥാപിതമാണോ? മാർട്ടിൻ സാറിന് ചോദ്യമുണ്ടോ? എന്താ സാർ ചോദിക്കൂ. സഭ സ്ഥാപിച്ചത് ക്രിസ്തുവല്ല, വിശുദ്ധ പൗലോസ്ലീഹയാണെന്ന് ചിലർ വാദിക്കുന്നു. അത് ശരിയാണോ? അതായത് സഭ സ്ഥാപിച്ചത് ആരാ? ഈശോ മിശിഹായാണ് തിരുസഭ സ്ഥാപിച്ചത്. ഒരു സംശയവും ഇല്ല കാര്യത്തിൽ. കാരണം വചനം എന്നാ പറയുക? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും എന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയാണ് സഭയുടെ സ്ഥാപകൻ. അതുതന്നെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. എന്താണ്? സഭയുടെ ശിരസ് ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ സഭ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത് എല്ലാം ആരുടെ വാക്കുകളാണ്? ക്രിസ്തുവിൻ്റേതാണ്. അതായത് ഈ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് എന്ന് വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഒരു അഭേദ്യത, ഇത് സഭ സ്ഥാപിച്ചു, അത് ഈശോയാണോ സ്ഥാപിച്ചത്, പൗലോസ്ലീഹയാണോ സ്ഥാപിച്ചത് എന്നൊക്കെയുള്ള ചോദ്യം പലപ്പോഴും വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സംഘടന പോലെ ആയതുകൊണ്ടാണ്. വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത് എന്താ? അതൊരു സംഘടനയല്ല, ഒരു പ്രസ്ഥാനവുമല്ല. അത് ഈശോ മിശിഹാ എന്ന വ്യക്തിയുടെ തുടർച്ചയാണ്. ഈശോയുടെ തുടർച്ചയാണ് സഭയെങ്കിൽ, ഈശോ മിശിഹാ എന്ന വ്യക്തിയുടെ തുടർച്ചയാണ് തിരുസഭയെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈശോയും സഭയും തമ്മിലുള്ള വലിയ അഭേദ്യമായ ബന്ധം. അതുകൊണ്ട് ഇതൊരു സംഘടനയോ പ്രസ്ഥാനമോ അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ സ്ഥാപകനാര് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് തർക്കിക്കേണ്ടതില്ല. കാരണം എന്താ? ഈശോ പ്രത്യേകിച്ച് ഒന്നും സ്ഥാപിക്കുകയല്ല ചെയ്തത്. ഈശോ തന്നെ തിരുസഭയായി തുടരുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ മാറ്റമാണ്. കാലത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നവൻ തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം തിരുസഭയായി അവതരിക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ തുടർച്ചയാണ് സഭ എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ്ലീഹായാണെന്ന് ചിലരൊക്കെ വാദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ആഴ്ചപ്പതിപ്പി വന്നൊരു ലേഖനത്തിൽ ഇങ്ങനെ പൗലോസ്ലീഹായാണ് സഭാസ്ഥാപകൻ എന്ന് എഴുതിയത് ഞാനും വായിച്ചിരുന്നു. വാസ്തവത്തിൽ ഇവിടുത്തെ പല പണ്ഡിതന്മാരും അങ്ങനെ പറയാറുമുണ്ട്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ അതുവരെയും ക്രിസ്തുമതം, പൗലോസ്ലീഹ വരുന്നതുവരെ ഈ ക്രിസ്തുമതം എന്ന് പറയുന്നത് എന്തായിരുന്നു? യഹൂദ മതത്തിൻ്റെ ഒരു വാല് പോലെയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദരെ പോലെ അവരും സിനഗോഗിൽ പോകും, യഹൂദരെ പോലെ ജെറുസലേം ദേവാലയത്തിൽ പോകും, യഹൂദരെ പോലെ അവരും പരിച്ഛേദനം സ്വീകരിച്ച്, ഒരു വിജാതിയും ക്രിസ്ത്യാനി ആകണമെങ്കിൽ പോലും ആദ്യം പരിച്ഛേദനം സ്വീകരിച്ച് യഹൂദനാണ്. യഹൂദനായ ശേഷം അവന് ക്രിസ്ത്യാനിയാകാൻ പറ്റൂ. അങ്ങനെ ഈ യഹൂദ മതത്തിൻ്റെ ഒരു വാല് പോലെ നിന്നതാണ് ഈ ക്രിസ്തുമതം എന്ന് പറയുന്നത്. പൗലോസ്ലീഹായാണ് അതിനെ ചോദ്യം ചെയ്തത്. പൗലോസ്ലീഹ പറഞ്ഞ് എന്നാ വകയിലാണ്, എന്തിനാണ് ഒരുത്തൻ യഹൂദനാകാൻ പോകുന്നത്? ഒരുവൻ്റെ ഈശോ മിശിഹായിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അത് പൂർണ്ണതയാണ്. അതിന് യഹൂദ മതത്തിൻ്റെ നിഴലും വേണ്ട, വാലും വേണ്ട എന്ന് പൗലോസ് വാദിച്ചു. യഹൂദ മതത്തിൽ നിന്ന് വേർപെടുത്തി ക്രിസ്തീയ വിശ്വാസത്തെ സ്വയം പര്യാപ്തമാക്കി സഭയിൽ ആദ്യം അവതരിപ്പിച്ചത് പൗലോസ്ലീഹയാണ്. ആ അർത്ഥത്തിലാണ്
പൗലോസാണ് സഭാസ്ഥാപകൻ എന്നൊരു വാദം പല പണ്ഡിതന്മാരും ഉന്നയിക്കുന്നു. പക്ഷേ നമ്മൾക്കറിയാം, സഭയെ ശരിക്ക് പഠിക്കുമ്പോൾ അതാരും സ്ഥാപിക്കേണ്ട കാര്യമല്ല. ദൈവത്തെ ആരാ സ്ഥാപിച്ചതെന്ന് ചോദിക്കുന്നത് പോലെയുള്ളൂ സഭയെ സ്ഥാപിച്ച ആരാന്ന്. വാസ്തവത്തിൽ എന്താണ്? മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹായുടെ തുടർച്ചയാണ് തിരുസഭ എന്ന് നാം മനസ്സിലാക്കുക. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? വർക്കി സാറാണ് ചോദിക്കുന്നത്. വർക്കി സാർ ചോദിക്കുമോ? ഈ സഭയുടെ തുടർച്ചയായി ക്രിസ്തുവിൻ്റെ തുടർച്ചയായി വരുന്ന ഈ സഭ ദൃശ്യവും അദൃശ്യവുമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മാണി സാറിന് സംശയമുണ്ട്. ഇതുമായി ബന്ധമുള്ളതാ? ഇതുമായി ബന്ധമുള്ള ചോദ്യമാണ്. ഓക്കേ, ചോദിച്ചോ. സഭ ഒരു കൂദാശയാണ് പറയുന്നത്. സഭ കൂദാശയാകുന്നത് എങ്ങനെയാണ്? കൂദാശയാകുന്നത് എങ്ങനെയാണ്? സഭ കൂദാശയാണെന്ന് പറയാറുണ്ടല്ലോ. യെസ്, അതായത് ദൃശ്യവും അദൃശ്യവുമായ സഭ. കാരണം സഭയ്ക്ക് ഒരു ദൃശ്യഘടനയുണ്ട്. മാർപ്പാപ്പയുണ്ട്, മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, വിശ്വാസികളുണ്ട്, ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. സഭയ്ക്ക് പള്ളിയുണ്ട്, പള്ളിക്കൂടമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ദൃശ്യതലം സഭയ്ക്കുണ്ട്. അതിൽ ഈ ദൃശ്യതലത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്, ഇല്ലേ? ചില പള്ളിക്കൂടത്തിൽ അഡ്മിഷന് പൈസ മേടിക്കുന്നു. അതിൻ്റെയും പേരുദോഷം ആർക്കാണ്? സഭയ്ക്കാണ് പേരുദോഷം. സഭയുടെ പള്ളിക്കൂടത്തിൽ ഇതാ പൈസ മേടിക്കുന്നു എന്ന് പറയും. സഭയിലെ അച്ഛന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് പറയും കത്തോലിക്കാ സഭ വഴിതെറ്റിപ്പോയെന്ന് പറയും. ശരിയാത്. അത് സഭയുടെ ദൃശ്യതലമാണ്. ഈ ദൃശ്യതലത്ത് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതേസമയം സഭയ്ക്കൊരു അദൃശ്യതലമുണ്ട്. ആ അദൃശ്യതലത്തിൽ സഭയുടെ തലവൻ ഈശോ മിശിഹായാണ്. ആ ഈശോ മിശിഹായും പരിശുദ്ധ അമ്മ, വിശുദ്ധര്, അതുപോലെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട വിശുദ്ധാത്മാക്കൾ, അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ഇവരെല്ലാം കൂടി ചേർന്നൊരു വലിയ കൂട്ടായ്മയുണ്ട്. അവരെ നമുക്ക് കാണത്തില്ല. കാരണം വിശുദ്ധർ നമ്മുടെ ദൃഷ്ടിപഥത്തിലില്ല, ദൈവം നമ്മുടെ ദൃഷ്ടിപഥത്തിലില്ല, ക്രിസ്തു നമുക്ക് കാണാവുന്ന രൂപത്തിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് എന്താണ്? അപ്രകാരം സഭയുടെ ദൃശ്യതലം വാസ്തവത്തിൽ ഈ അദൃശ്യതലത്താൽ നിയന്ത്രിതമാണ്. ദൃശ്യതലത്തിൽ സഭയുടെ തലവൻ മാർപ്പാപ്പയാണ്. അദൃശ്യതലത്തിൽ സഭയുടെ തലവൻ ആരാണ്? ഈശോ മിശിഹായാണ്. ഈ അദൃശ്യതലവും ദൃശ്യതലവും തമ്മിലുള്ള അകലം കൂടുന്തോറുമാണ് സഭയ്ക്കെതിരായ ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യതലത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ അദൃശ്യതലമായ ദൈവീക യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുക. ഈശോ മിശിഹായെ പോലെ കുറ്റമറ്റ രീതിയിൽ ജീവിച്ചുകൊണ്ട് ഈ ദൃശ്യസഭയും അദൃശ്യസഭയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. മാണി സാർ ചോദിച്ചത് കൂദാശയാണെന്നാണ്. കൂദാശ എന്ന് പറഞ്ഞ സഭ എങ്ങനെയാ കൂദാശയാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ തന്നെ പറയാം. അതായത് കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? അദൃശ്യമായ ഒന്നിനെ ദൃശ്യമാക്കി അവതരിപ്പിക്കണം. അത് രക്ഷയുടെ അടയാളവുമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ രക്ഷയുടെ വരപ്രസാദത്തെ നമുക്ക് തരുന്നതായിരിക്കണം, അദൃശ്യമായ ഒന്നിനെ ദൃശ്യമാക്കുന്നതായിരിക്കണം. ആ അർത്ഥത്തിലാണ് കൂദാശ എന്ന പദം നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? യെസ്, ഈ അർത്ഥത്തിൽ നമുക്ക് 7 കൂദാശകളേ ഉള്ളൂ. സഭ വാസ്തവത്തിൽ എന്താണ്? അടിസ്ഥാന കൂദാശ എന്ന് പറയും. കാരണം എന്താ? അദൃശ്യമായ ദൈവപുത്രനെ ഈ ഭൂമിയിൽ ദൃശ്യമാക്കുന്നത് ആരാണ്? സഭയാണ്. അദൃശ്യമായ വരപ്രസാദത്തെ നമുക്ക് വേണ്ടി ഇന്ന് ദൃശ്യരൂപത്തിൽ പ്രാപിച്ചു തരുന്നത് തിരുസഭയാണ്. അദൃശ്യമായ സ്വർഗത്തെ ഇന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് തിരുസഭയാണ്. അതുകൊണ്ട് തന്നെ സഭയെ ഒരു കൂദാശ എന്ന് വിശേഷിപ്പിക്കും. ഓക്കെ അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ തലവൻ മാർപ്പാപ്പയാണോ അതോ ഈശോ മിശിഹ തന്നെയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജനറ്റ് മുണ്ടാനൂരിൽ നിന്ന് ജനറ്റാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ജനറ്റിൻ്റെ ചോദ്യം നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈശോയാണോ സഭയുടെ തലവൻ, മാർപ്പാപ്പയാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ശരിയാണ്. കാരണം എന്താ? ദൃശ്യതലത്തിൽ
സഭയുടെ ഭരണാധികാരി പത്രോസ്ലീഹായുടെ പിൻഗാമികളാണ്. അതേക്കുറിച്ച് അഭിപ്രായാന്തരങ്ങളുള്ള സഭകളുണ്ട് എന്ന് നമുക്കറിയാം. പത്രോസിൻ്റെ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ റോമിലെ മെത്രാനാണ് പത്രോസിൻ്റെ പിൻഗാമി എന്ന് കത്തോലിക്കാ സഭ പറയുമ്പോൾ അന്ത്യോക്യായിലെ മെത്രാന്മാർക്കാണ് ഈ പിന്തുടർച്ചാവകാശമുള്ളത് എന്ന് അന്ത്യോക്യൻ സഭകൾ അവകാശപ്പെടാറുണ്ട്. എനിവേ, പത്രോസിൻ്റെ പിൻഗാമിക്കാണ് ഈശോ ദൃശ്യതലത്തിൻ്റെ അവകാശം കൊടുത്തു. അത് പത്രോസ് ശ്ലീഹായ്ക്ക് കൊടുത്തു. നീ എൻ്റെ ആടുകളെ മേയിക്കുക. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ ആടുകളെ മേയിക്കും. 3 വട്ടം ആവർത്തിച്ച് ഈശോ കൊടുത്തു. അപ്പോൾ ഒരു ദൃശ്യതലത്തിൻ്റെ തലവൻ ആരാണ്? ശിഷ്യപ്രധാനിയായ പത്രോസും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ മാർപ്പാപ്പ സഭയുടെ തലവൻ എന്ന് പറയുക. എന്നാൽ അദൃശ്യതലത്തിൽ സഭയുടെ നേതൃത്വം ആർക്കാണ്? താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? അച്ഛാ, സഭ ആരംഭിച്ചത് എന്ന് മുതലാണ്? പന്തക്കുസ്ത ദിനം മുതലാണോ അതോ അതിനു മുന്നേ സഭ ഉണ്ടായിരുന്നോ? ലയ ടീച്ചറുടെ ചോദ്യം വളരെ ആഴമുള്ളൊരു ചോദ്യമാണ്. നിങ്ങളെല്ലാവരും വലിയ പണ്ഡിതന്മാരാണ് അല്ലേ? ശരിക്കും വട്ടം കിടക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ. സഭ ആരംഭിച്ച് പന്തക്കുസ്ത തിരുനാളിലാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ വേദപാഠമെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ലയ ടീച്ചർക്ക് ഒരു സംശയം, ഇത് എന്ന് മുതലാണ് സഭ തുടങ്ങിയത്? പന്തക്കുസ്തായിലാണോ? ആ ചോദ്യം ന്യായമാണ്. സഭ തുടങ്ങിയത് എന്ന് മുതൽ എന്ന് ചോദിച്ചാൽ ഏദേൻ തോട്ടത്തിൽ തിരുസഭ തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി. കാരണം എന്താ? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അവിടെയാണ് തുടങ്ങിയത്. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനമാണേത്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ, സ്ത്രീയിൽ നിന്ന് പിറക്കുന്നവൻ, സാത്താൻ്റെ കണങ്കാൽ തകർത്ത് നിങ്ങളെ രക്ഷിക്കും എന്നൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനത്തിൽ വാസ്തവത്തിൽ സഭയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ആഗസ്തീനോസിനെ പോലെയുള്ളവർ പറയും എക്ലേസിയ ആബേൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആബേലിൻ്റെ കാലം മുതലുള്ള സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ട് ആബേലിന് പ്രാധാന്യം? ആബേലാണ് ഈ ഭൂമിയിൽ ആദ്യമായി മരിച്ച മനുഷ്യ വ്യക്തി. ആദ്യം ഉണ്ടായത് ആദമാണെങ്കിലും ആദ്യം മരിച്ചതാരാ? ആബേൽ. ആദ്യം മരിച്ചവൻ മുതൽ ഈ സഭയിൽ അംഗമാണ് എന്നാണ് വിശുദ്ധ ആഗസ്തീനോസ് പറയുക. അതുകൊണ്ട് ഈ തിരുസഭ അതിൻ്റെ ദൃശ്യരൂപത്തിൽ പന്തക്കുസ്ത തിരുനാളിലാണ് രൂപം കൊള്ളുന്നത് എങ്കിലും അതിൻ്റെ അദൃശ്യതലത്തിൽ അത് മനുഷ്യ സൃഷ്ടിയോളം അതിന് പഴക്കമുണ്ട് എന്ന് ചിന്തിക്കാം. ഒട്ടേറെ സംശയങ്ങൾ ഇതിനോടകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. പഠിക്കും തോറും അല്ലെങ്കിൽ ചിന്തിക്കും തോറും കൂടുതൽ അറിയാൻ, സഭയെക്കുറിച്ച് അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? നമ്മുടെ സ്വന്തമായ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭവനം, കുടുംബം, ജീവിതമാകുന്ന ഈ സഭയെ കൂടുതൽ അറിയും തോറും നമുക്കതിനെ സ്നേഹിക്കാൻ കഴിയും, സ്നേഹിക്കുന്നതിനെ നമുക്ക് പ്രഘോഷിക്കാൻ കഴിയും എന്ന് നിങ്ങൾ പറയാറുണ്ട്. തീർച്ചയായും അധ്യാപകരിൽ നിങ്ങൾ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചോദിക്കുകയും അറിയുകയും ചെയ്തപ്പോൾ അടുത്ത ദിവസം സൺഡേ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂടുതൽ നന്നായി കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ അവസാനിച്ചതിനാൽ കൂടുതൽ സംശയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി നമ്മളെ തൃപ്തരാക്കിയ ബഹുമാനപ്പെട്ട പാമ്പ്ലാനി അച്ഛനോടും ഈ ചർച്ചയിൽ പങ്കെടുത്ത കുടിയാൻമല സൺഡേ സ്കൂളിലെ അധ്യാപകരായ നിങ്ങളോടും മിഷലീഗിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധികളോടും ഉള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഈ വിഷയത്തിൻ്റെ തുടർ ചർച്ചകളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.